നമസ്കാരം. പ്രവാസികളെ മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദി. അതായത് നിർണായകമായ ഒരു നീക്കമാണ് മോദിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ പോലും പ്രവാസികൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ മോദി അവരെ മൊത്തത്തിൽ, അതായത് ഒരു ആശ്വാസം നൽകുന്ന ഒരു നീക്കമാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. എല്ലാ കാലത്തും പ്രവാസികൾക്ക് ഒരു ബാലികേറാമലയായിരുന്നത് വിമാന ടിക്കറ്റ് ആയിരുന്നു. സ്വന്തം നാട്ടിൽ നിന്നും അവരുടെ പ്രവാസ ജീവിതത്തിലേക്ക് പോകുമ്പോഴും എല്ലാം തിരിച്ചു വരുമ്പോഴും വിമാന ടിക്കറ്റ് ഒരു ചോദ്യചിഹ്നമായിരുന്നു. നിലവിൽ അതിനൊരു നീക്കമാണ് ഇപ്പോൾ മോദിയുടെ ഭാഗത്തുണ്ടായത്. അടിക്കടി കൂടുന്ന വിമാന ടിക്കറ്റ് നിരക്ക് യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാറുള്ളത്. തിരക്കേറിയ സീസണുകളിൽ രണ്ടും മൂന്നും ഇരട്ടിയധികം നിരക്ക് വിമാന കമ്പനികൾ ഈടാക്കുന്നുണ്ട്. ഈ തീവെട്ടിക്കൊള്ളക്കെതിരെ നടപടി വേണമെന്ന് ദീർഘകാലമായി പ്രവാസി സമൂഹം ആവശ്യപ്പെടാറുണ്ട്. ഇപ്പോഴിതാ ഈ അവസ്ഥയ്ക്ക് പൂർണ്ണമായി, അല്ലെങ്കിൽ നേരിയൊരു ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. വിമാന കമ്പനിക്ക് 24 മണിക്കൂർ മുമ്പ് വരെ ടിക്കറ്റ് നിരക്ക് മാറ്റാം എന്നതാണ് നിലവിലെ നിയമം. എന്നാൽ ഈ വ്യവസ്ഥ ഒഴിവാക്കിയതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു കഴിഞ്ഞ ദിവസം രാജ്യസഭയെ അറിയിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള ഭേദഗതികൾ അടങ്ങുന്ന വായുയാന വിധേയക ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ബിൽ രാജ്യസഭ പാസാക്കി കഴിഞ്ഞു. 90 വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമത്തിന് പകരമായാണ് ഭാരതീയ വായുയാൻ വിധേയക ബിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. രാജ്യത്തിന്റെ പൈതൃകവും സാംസ്കാരികവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ബില്ലിൽ ഭാരതീയ വായുയാൻ വിധേയക എന്ന പേര് നൽകിയത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. വ്യാജ ഭീഷണി ഉണ്ടായാൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. വിമാന ടിക്കറ്റ് നിരക്ക് നിരീക്ഷിക്കാൻ വ്യോമയാന മന്ത്രാലയത്തിന് കൃത്യമായ സംവിധാനമുണ്ട്. ഇനി മുതൽ നിരക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരു മാസം മുമ്പ് DGCയെ അറിയിക്കണം. 2010 സർക്കാർ പ്രകാരമാണ് 24 മണിക്കൂർ സമയപരിധി വെച്ചത്. ഈ നിയമം മാറുന്നത് യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമായി മാറും. തിരക്ക് മുന്നിൽ കണ്ട് പെട്ടെന്ന് തിരക്ക് കൂട്ടുന്ന വിമാന കമ്പനികളുടെ നീക്കങ്ങൾക്ക് പുതിയ ഭേദഗതി തടയിടും. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിമാന നിരക്ക് നിയന്ത്രണം ഇല്ലാതാക്കിയതാണ്. വിമാന നിരക്കിന്റെ 45% ഇന്ധനത്തിനാണ് ചെലവഴിക്കുന്നത്. വാറ്റ് നിരക്ക് കൂട്ടുന്ന സംസ്ഥാന സർക്കാരുകളുടെ നടപടിയും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും വാറ്റ് 4% താഴെയാക്കിയിട്ടുണ്ട്. എന്നാൽ പശ്ചിമ ബംഗാൾ, ഡൽഹി, തമിഴ്നാട് സർക്കാരുകൾ കുറയ്ക്കാത്തത് ടിക്കറ്റ് നിരക്ക് വർധനവിന് കാരണമാകുന്നുണ്ട്. എല്ലാവരും നിരക്ക് കുറയ്ക്കുക തന്നെ വേണം. തുടക്കത്തിൽ നഷ്ടമുണ്ടാകുമെങ്കിലും വരുമാനം വ്യോമയാന മേഖലയ്ക്ക് നിരക്ക് വർദ്ധിക്കുന്നതോടെ വരുമാനം കൂടുമെന്നും മന്ത്രി കെ രാംമോഹൻ കൂട്ടിച്ചേർത്തു. അദാനി ഗ്രൂപ്പിന് രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ പാട്ടത്തിൽ നൽകിയതായും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. സർക്കാർ ഉടമസ്ഥയിലുള്ള ലക്നൗ, അഹമ്മദാബാദ്, മംഗളൂർ, ജയ്പൂർ, ഗുവാഹത്തി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അദാനി ഗ്രൂപ്പിന് നടത്തിപ്പിനായി കൈമാറിയിരിക്കുന്നത്. സമഗ്രവും സുതാര്യവുമായ പ്രക്രിയയിലൂടെയാണ് വിമാനങ്ങൾ പാട്ടത്തിന് നൽകിയതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അതായത് 24 മണിക്കൂർ മൂടുന്ന സമയത്തും തിരക്ക് കൂടുന്ന സമയത്തും സ്വാഭാവികമായി പണ്ട് മുതൽ വിമാന കമ്പനികൾ നടത്തിയിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഉടനടി തന്നെ അവരുടെ വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വിമാനത്തിന്റെ നിരക്ക് കൂട്ടുന്ന രീതി. ആ നീക്കത്തിനാണ് പുതിയൊരു ബില്ല് രാജ്യസഭയിൽ കൊണ്ടുവന്ന് പാസാക്കിയത് വഴി ഇനി അങ്ങനെ ഒരു നീക്കത്തിലേക്ക് വിമാന കമ്പനിക്ക് പോകാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും പ്രധാനം.